കൊൽകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തങ്ങു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനം. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും. നീ സത്യം ജ്ഞാനം ആനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും വഴിയുമോർക്കിൽ നീ. നല്ലവരായ എല്ലാ ശ്രീനാരായണികൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്വാഗതം, നമസ്കാരം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ സ്നേഹത്തോടെ അടുത്തതായി നമ്മളെ രാമകൃഷ്ണനെ ക്ഷണിക്കുന്നു. നമസ്കാരം. പിന്നെ ഈ കുടുംബയോഗത്തിന് എന്നൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാല് ഇതിപ്പോ 4 വർഷമായിട്ട് ഒരേ സമിതിയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. ആ സമിതി അടുത്ത 19-ാം തീയതി ഇത് പുതിയ കമ്മിറ്റി രൂപം കൊള്ളുകയാണ്. അതിന് ഇടയിൽ അവസാനത്തെ ഒരു കുടുംബയോഗമാണ് ഈ കുടുംബയോഗം. അതിന് നിയോഗം ലഭിച്ചിരിക്കുന്നത് ഈ കണിയത്ത് ഹൗസിലേക്കാണ്. ഗുരുദേവന്റെ എല്ലാ ആശംസകളും. അപ്പൊ ഞാൻ അടുത്തതിന് ഞാൻ നമ്മുടെ പിന്നെ സംഘടനാ കാര്യങ്ങളെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിനും എല്ലാത്തിനും കൂടി ഞാൻ നമ്മുടെ ശാഖാ സെക്രട്ടറി ശ്രീ കറിയ സാദിയെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന കുടുംബസദസ്സിന്റെ അധ്യക്ഷൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അപ്പാട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾക്ക് ഈ സാധനം കറക്റ്റായിട്ട് ഇതുപോലെ കൊണ്ടുപോകണം. നമ്മൾ എന്ത് ചെയ്യണം? അത് നിങ്ങളെല്ലാവരും കൂടി അടുത്ത 19-ാം തീയതി എങ്ങനെ വേണം എന്നുള്ളത് ഞങ്ങളൊരു പാനൽ അവതരിപ്പിക്കും. ആ പാനലില് ഇപ്പൊ ഞാനൊരു ഇത് പറയാം, ഞങ്ങളിപ്പോൾ ഉള്ള ഈ പാനൽ തന്നെ ആയിരിക്കും. അതിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവും, അല്ലാതെ കാര്യമായിട്ടൊരു ചേഞ്ചസും ഇല്ല. ആ ഒരു പാനലാണ് അവതരിപ്പിക്കാൻ പോണ്. അപ്പൊ അതില് ഈ പൊതുയോഗത്തിന്റെ സപ്പോർട്ട് കിട്ടി അതിന് വേറൊരു പാനൽ അവതരിപ്പിക്കണ്ടോന്ന് അറിയില്ല. ആരും ഇതുവരെ ഒഫീഷ്യലായിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഒഫീഷ്യലായിട്ട് നമ്മള് ബ്ലഡ് ലൈൻ ഇട്ട് എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു. അതിൽ പറഞ്ഞിരുന്നു 10-ാം തീയതിക്ക് മുൻപ് എന്തെങ്കിലും സജഷനോ കംപ്ലൈൻസോ രേഖാമൂലം തന്നാല് അതിന് പൊതുയോഗത്തിൽ മറുപടി പറയുന്നു. അത് ഇതുവരെയും ആരും
ആരും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ നയിക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ ക്രെഡിറ്റ്. കാരണം എന്താ വെച്ചാൽ ആരും ഒരു കംപ്ലൈന്റ് ഇതുവരെയും പറഞ്ഞു കേട്ടില്ല. വരിസംഖ്യ എന്നുള്ളൊരു മുഖ്യ ഘടക അത് അന്നും ഞാൻ ഇറങ്ങിപ്പോ പിന്നെ സുനിയുടെ പറ്റി പോയിന്റ് വരുന്നത് സുനി എന്നോട് പറഞ്ഞു, ചേട്ടാ എങ്ങനെയെങ്കിലും വരിസംഖ്യ എല്ലാവരുടെയും മേടിച്ചെടുക്കാൻ പറ്റുന്നതിന് നമുക്ക് സുഖമായിട്ട് ചായ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ ഇപ്പോഴും ഈ 600-600 ശിഷ്ടം ആൾക്കാരെന്ന് പറഞ്ഞാലും ഇപ്പൊ ഒരു 200 ആളാണ് ഇപ്പോഴും വരിസംഖ്യ കറക്റ്റായിട്ട് തരുന്നുള്ളൂ. അപ്പൊ ഞാനത് കറക്റ്റായിട്ട് നോട്ടീസിൽ എഴുതിന്റെ 6 മാസത്തിൽ കൂടുതൽ വരിസംഖ്യ തരാത്ത വ്യക്തികൾക്ക് വെളിച്ചെണ്ണ വിതരണം എന്ന് പറഞ്ഞപ്പോ 1 ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ ഒരു കുടുംബത്തിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണ ഓരോ കുടുംബത്തിന്. അത് 6 മാസത്തിൽ കൂടുതൽ 25 വരെയെങ്കിലും വരിസംഖ്യ അടച്ചവർക്ക് കൊടുക്കുള്ളൂ. അതിലൊരു കാര്യമില്ല. കാരണം ഈ തരാത്ത ആൾക്കാർക്ക് വല്ലവരെ വാങ്ങിച്ചിട്ട് കൊടുക്കണേലൊരർത്ഥം. പിന്നെ നമ്മള് ഒരു കാര്യം എന്താണ്, നമ്മളുടെ ശാഖാപരിധിയില് 10ാം ക്ലാസ്, +2 പിന്നെ വേറെ ഏതെങ്കിലും വിധത്തിൽ ഉന്നത വിജയം കൈവരിച്ച ഇത് 10ാം ക്ലാസ്സും +2 എല്ലാം ഫുൾ A+ ഉള്ള കുട്ടികൾ, അത് നാനാജാതിയിൽപ്പെട്ട കുട്ടികൾ എല്ലാവരും ശാഖാപരിധിയിലുള്ള ആരാവട്ടെ. അപ്പൊ എനിക്കൊരു 12 പേരാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇനി ആരെങ്കിലും വരുമോ എന്നറിയില്ല. ഇപ്പൊ ഞാൻ നാളെ ഒരു ഫൈനൽ കോൾ ഇടും. അത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ പേര് വെച്ച് ഫ്ലക്സ് വെച്ച് അപ്പൊ അതിന് ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത്. കാരണം ശാഖയിൽ നിന്ന് എടുക്കുന്നില്ല. വേറൊരു പലർക്കും പറയും. ഇപ്പൊ എന്ന് വെച്ചാൽ ചിലവർ പറയും ഗുരുദേവന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ തത്വത്തിന് ഫുള്ളായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ആൾക്കാർ. അപ്പൊ എന്തിനാ അവർ പള്ളിക്കാരെ നമുക്ക് തരുന്നുണ്ടോ? അവർക്ക് എന്തിനാ? അത് ആ ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ ചിന്തിക്കാം. പറഞ്ഞു അപ്പൊ സംഘടിക്കുക, ശക്തരാവുക. പിന്നെ അതില് ഞങ്ങൾക്ക് കുറെ വിഷൻസ് ഉണ്ട്. അതിലൊരു വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടായ്മ, ഒരു ചാരിറ്റി കൂട്ടായ്മ. അത് എനിക്ക് മെയിൻ ഫോക്കസ് അതിലാണ്. മുന്നാക്കം ചലിക്കാത്തതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ നോട്ടീസ് കിട്ടില്ലോ, 4,30,470 രൂപ ഇപ്പൊ അതില് ബാങ്കിൽ ബാലൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു 10,000 രൂപയിലും കൂടുതലുണ്ടോ ചുരുങ്ങിയ പക്ഷം. ഞാൻ കണക്ക് നോക്കിയിട്ടില്ല. അപ്പോ അതിലിപ്പോ നമ്മൾക്ക് വെളിച്ചെണ്ണയ്ക്ക് ചെലവുണ്ട്, ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാലും കുറച്ച് കാശ് ബാക്കി ഉണ്ടാവും. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും വരിസംഖ്യ തരാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട് തരാൻ പറയാ, സംഘടിച്ച് നിൽക്കുക. നമ്മൾ സംഘടിച്ച് നിന്നാൽ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, കൊച്ചു മതി. അപ്പോഴും പല കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ നമ്മള് ഇനി അടുത്ത ഇതിലിപ്പോ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഞങ്ങളുടെ ഒരു വിഷൻ അത് പൊതുയോഗത്തിൽ പറയായിരിക്കും നല്ലത്. കുടുംബസഹസാകുമ്പോ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഞങ്ങളൊരു വിഷൻ വെച്ചിരിക്കുന്നത് വെച്ചാല് ഈ തവണത്തെ ചതയാഘോഷം നമ്മള് യൂണിയനിലാണ്. അപ്പൊ ഇവിടുത്തെ കാലത്തെ പരിപാടി ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് യൂണിയനിൽ പോകണം. യൂണിയനിൽ പോകണം എന്ന് വെച്ചാൽ കൂൾമാണിക്ക അമ്പലത്തിന്റെ അവിടെ നിന്ന് ഘോഷയാത്ര ആയിട്ട് അവിടത്തോളം പോകും, പുല്ലൂർ വരെ. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശാഖയിൽ 7 മണി തൊട്ട് ഒരു ഫ്യൂഷൻ എന്ന് വെച്ചാൽ പല എന്തെങ്കിലും കലാപരിപാടിയോടുകൂടി ഒരു കളർഫുള്ളായിട്ട്. അപ്പൊ ഞങ്ങള് ഒരു വിഷൻ വെക്കുന്ന ഇതാണ്. പിന്നെ ഇതിൽ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് കമ്മിറ്റി കൂടി ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യമാണ് ഒരു കൂപ്പൺ സമ്പ്രദായം ആക്കുക. അപ്പൊ നമ്മളുടെ ഈ ശാഖയിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആദ്യം ആർക്കെങ്കിലും ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കും. ഒരു അറൗണ്ട് 70,000 രൂപ റേഞ്ച്, 65,000-70,000 രൂപ റേഞ്ച് ഇപ്പൊ ബിജോ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 5-6 മാസമായി. അല്ല ആർക്ക് കിട്ടിയാലും ആർക്ക് കിട്ടണമെന്നല്ല, നമ്മള് 40-69 ശാഖ ഇന്ന് ചെയ്തു. അതാണ് ഫോക്കസ് ശാഖയ്ക്ക് കൊടുക്ക്, വ്യക്തിക്ക് കൊടുക്കണ്ട. ഫോക്കസ് എപ്പോഴും ശാഖയ്ക്ക് കൊടുക്കുക. നമ്മൾ 40-69 ശാഖയുടെ കീഴിൽ എന്തൊക്കെല്ലാം ചെയ്തു അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ബിൽഡിംഗ് പണിയുടെ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ അത് ആദ്യമേ കിട്ടിപ്പോയാൽ അന്ന് സുനി 1 കൊല്ലത്തോളം അതിന്റെ ബില്ല് നടന്നു. അതിന് ശേഷം ഞാൻ 2 കൊല്ലം അതിന്റെ ബില്ല് നടക്കണേ. അപ്പൊ അതിലവിടെ കംപ്ലൈന്റ് നിലനിൽക്കണതിന്റെ പേരിൽ അവർ അതില്ല അതുണ്ട് ഇതുണ്ട് തട്ടിക്കളിക്കാണ്. ഇപ്പൊ ലാസ്റ്റ് വിവരാവകാശം വെച്ച് റോഡിന്റെ വീതി എടുത്തു. ആ റോഡിന്റെ വീതി എടുത്തപ്പോ റോഡിന്റെ വീതി വിവരാവകാശ പ്രകാരം 6 മീറ്ററാണ്. അതിൽ 4 മീറ്റർ ടാറിങ്ങും ഓരോ മീറ്റർ കാനയാണ് അപ്പുറത്ത് കാന ഉണ്ടാവണം.
അപ്പൊ നമ്മൾക്ക് ഇപ്പൊ അവിടെ ഒരു 9 മീറ്ററിലും കൂടുതലുണ്ട്. അപ്പൊ നമ്മളുടെ സ്ഥലത്തേക്കാണ് റോഡ് കയറി വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾക്ക് പറ്റിയ വിടിത്തരം അതെന്ന് വെച്ചാൽ നമ്മൾ കാന നന്നാക്കി അവിടെ പൈപ്പ് ഇടിച്ചു, ആ കാശ് കളഞ്ഞതൊക്കെ അതാണ് ഒരു വിനിയായിട്ട് വരുന്നത്. അവര് പറഞ്ഞു അത് ഡ്രെയിനേജ്. അപ്പൊ പറഞ്ഞു മേഡം ഞാൻ അപ്പൊ അതിനിപ്പോ ആദ്യം പരിശ്രമിക്കുന്നുണ്ട്, അത് ഗുരുദേവന്റെ കൃപ കൊണ്ട് ശരിയാവും എന്നുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ട്. അപ്പൊ അവരത് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം ഫോക്കസ് എന്ന് വെച്ചാൽ ബിൽഡിംഗ് പണിയാന്നുള്ളതാണ്. ആ ബിൽഡിങ്ങിനെ ഒന്ന് വൃത്തിയാക്കുക, ആ ഗുരുദേവന്റെ മന്ദിരം ഇരിക്കുന്ന ഭാഗം നമ്മൾക്കൊന്ന് ഉയർത്തി കൊണ്ടുവന്ന് ആകെ ഒന്ന് വൃത്തിയാക്കി അവിടെ ഒരു അടച്ചുറപ്പാക്കി കുട്ടികൾക്ക് ഒരു ലൈബ്രറി, അതിൻ്റെ അടിയിൽ ഒരു പുസ്തകങ്ങൾ ഉണ്ടാക്കാം. മോൾ ഭാഗത്തെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് പ്ലാൻ ചെയ്ത് അപ്പൊ അതിനുള്ള മുന്നോടിയായിട്ടാണ് ഈ ഫണ്ട് തിരിച്ച് ബാക്ക് ടു പവലിയൻ എല്ലാവരും തിരിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരിക. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നേ. ഇപ്പൊ 600 ആളില് ഇപ്പൊ 200 ആള്. അപ്പൊ ഞാനിത് അന്ന് കഴിഞ്ഞ തവണ ഈ കുടുംബസംഗമം വിളിച്ചപ്പോ ഞാനത് പറഞ്ഞിരുന്നു നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാന്ന്. അപ്പൊ ഇതിനിപ്പോ മാറ്റങ്ങൾ എത്ര വരുന്നുള്ള നമുക്ക് നോക്കാലോ. ആ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ ചേർത്ത് നിർത്തുന്നവരെ ചേർത്ത് നിർത്തുക, നമ്മളോട് കൂടെ നിൽക്കുന്നവരെ കൂട്ടടക്കം പിടിച്ചു നിർത്തുക. അപ്പൊ അവർക്ക് എന്തെങ്കിലും വന്നാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ചാരിറ്റിയുടെ കാര്യം ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾക്ക് പറ്റിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മള് പൊതുയോഗത്തിൽ പറയാം. നമ്മളുടെ ഈ ശാഖാപരിധിയിലുള്ള ഒരു 75 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും നമ്മളുടെ ശാഖയിൽ നിന്ന് മിനിമം ഒരു 500 രൂപ പെൻഷൻ കൊടുക്കാം എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതിനെല്ലാവരും കൂട്ടായ്മ ആവശ്യമില്ല. അതിനെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും കൂടി ഒന്നും കൂടി അനുകൂലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല നിലയ്ക്ക് ഈ ശാഖനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. ബാക്കി ഇനി കുറെ ആൾക്കാർക്ക് സംസാരിക്കാനുണ്ട്, പൊതുവേദിയിലും കുറച്ചൊക്കെ പറയാം. അപ്പൊ നിങ്ങളിനി ബാക്കിയുള്ളത് നമ്മൾക്ക് പൊതുയോഗത്തിൽ പറയാം. ഇപ്പോൾ ഞാൻ ശ്രീഗുരു കുടുംബ സദസ്സ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. अरे ओ मुसाफिर तू यहाँ किस चीज पर मगरूर है? ये दौलत और ये शोहरत सब आंखों का कसूर है। किराए का ये चोला है जिसे तू अपना कहता है। सिकंदर भी गया खाली, ये जग बस बहता। अरे ओ मुसाफिर तू यहाँ किस चीज पर मगरूर है? ये दौलत। ഓം ശ്രീനാരായണ പരമഗുരുവേ നമ. അടുത്തായി നന്ദി പറയലാണ്. ആദ്യമായിട്ട് ഈ ഇന്നത്തെ കുടുംബയോഗത്തിന് ഇത്രയും സൗകര്യം ചെയ്തു തന്ന രാമദാസ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങൾ എല്ലാവരുടെയും നന്ദി പറയാണ്. കൂടാതെ ഇതിനെ സംബന്ധിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇലക്ഷന് ശേഷം വരുന്ന കുടുംബ സദസ്സ് എന്റെ വീട്ടിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പ്രത്യേകം ക്ഷണിക്കണം, എല്ലാവരും വരണം.